എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. എം ജി യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തേർഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. മൂന്നാം അലോട്ട്മെന്റ് ലിസ്റ്റ് പുറത്തുവിട്ടു. എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്ത തിരഞ്ഞെടുക്കാം. എം ജി യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തേർഡ് അലോട്ട്മെന്റ് ലിസ്റ്റ്, മൂന്നാം അലോട്ട്മെന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതിനെ നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ എം ജി യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. എം ജി യൂണിവേഴ്സിറ്റി ഇന്ന് തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും. വീണ്ടും തുറന്നു വരുന്ന പേജിൽ UG CAP 2025 FIUGP എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക. വീണ്ടും തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒന്നാം അലോട്ട്മെന്റിലും രണ്ടാം അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കുകയും മാൻഡറ്ററി ഫീ അടയ്ക്കുകയും ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മൂന്നാം അലോട്ട്മെന്റോട് കൂടി നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാം അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ. എന്നാൽ ഒന്നാം അലോട്ട്മെന്റിലും രണ്ടാം അലോട്ട്മെന്റിലും പ്രവേശനം ലഭിക്കാതെ ഇരിക്കുകയും മൂന്നാം അലോട്ട്മെന്റിൽ ആദ്യമായി പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ 1000-1500 രൂപയോളം നിങ്ങൾ അടയ്ക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആദ്യം അവിടെ അലോട്ട്മെന്റ് മെമ്മോ കാണില്ല. അവിടെ മാൻഡറ്ററി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും. കാരണം നിങ്ങൾ ആദ്യമായി ലഭിച്ച വിദ്യാർത്ഥികളാണ്. അപ്പോൾ മാൻഡറ്ററി ഫീ അടച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് എടുക്കുകയും ശേഷം യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന ടൈമിൽ കോളേജിൽ പ്രവേശനത്തിനായി ഹാജരാകുകയും ചെയ്യാൻ സാധിക്കുക. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കരീത, ഫൗണ്ടർ ഓഫ് കരിയർ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.